നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കളിച്ചിരികളുമായി ഒത്തുകൂടാൻ സ്ത്രീകൾക്കും അമ്മമാർക്കുമായി ഒരിടം. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സന്തോഷവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി സ്നേഹവീട് തോട്ടട കൈരളി നഗറിൽ തുറന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉൾവലിഞ്ഞ മനസ്സിന്റെ ഉന്നമനത്തിന് എന്ന ആശയവുമായാണ് സ്നേഹവീട് തുറന്നത്. കുടുംബാംഗങ്ങൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ തനിച്ചായി പോകുന്ന സ്ത്രീകളുടെയും അമ്മമാരുടെയും പരിചരണവും സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തുകയും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സന്തോഷവും ഉറപ്പുവരുത്തുക എന്നതുമാണ് സ്ഥാപനത്തിന്റെ ഉദ്ദേശലക്ഷ്യം. നമ്മൾ ഉദ്ദേശിക്കുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രായമായ സ്ത്രീകൾക്ക് ഒരു കൂട്ടായ്മയിലൂടെ സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം, അഥവാ തനിച്ചാണെങ്കിൽ ഇവിടെ കുട്ടിക്ക് പോയാൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യും. നമ്മൾ തോട്ടട പോളിടെക്നിക് കോളേജിന് സമീപം കൈരളി നഗറിലാണ് സ്നേഹവീട്. ഈ സ്നേഹവീട് എന്നുള്ള സംരംഭം തുടങ്ങിയത് വളരെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പ്രായമുള്ള ആൾക്കാർക്ക് പല അസുഖങ്ങളും ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് തക്കതായിട്ടുള്ള രോഗപരിചരണ ശുശ്രൂഷ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നത്. അപ്പം നന്നായിട്ട് അവരെ സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു അച്ഛനും അമ്മേനെയും ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് ആക്കിയിട്ട് പോകാനല്ലാതെ ഇവിടെ കൊണ്ടാക്കിയാൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും സ്നേഹത്തോടും കൂടിയും പരിചരിക്കും എന്നുള്ള ഒരു സംരംഭമായതുകൊണ്ട് എന്തായാലും ഇത് വിജയിക്കും. ചടങ്ങിൽ വിജയൻ മാഷ് അധ്യക്ഷത വഹിച്ചു. നാരായണൻ, മായ ടീച്ചർ, പ്രസീന, വിലാസിനി കെ എന്നിവർ സംസാരിച്ചു. ഇതാണ് ഞങ്ങളുടെ സ്നേഹവീട്. ഇതിനെക്കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പകൽ വീട് എന്നൊരു ആശയമായിരുന്നു. പകൽ വീട് എന്ന് പറഞ്ഞാൽ ലേഡീസ് ആൻഡ് ജെന്റ്സ് രണ്ടും. ഇത് ഞങ്ങൾ സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്ഥാപനമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ രാവിലെ തൊട്ട് ഒറ്റപ്പെട്ട് വീടുകളിൽ കഴിയുന്ന അമ്മമാർ അവരെ നമ്മളെന്താ വെച്ചാൽ പകൽ ഇവിടെ ഒരു എന്താ പറയുക എല്ലാവരും ഒത്തുകൂടി നല്ലൊരുത്തോടെ ഒരു ദിവസം കഴിയുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത.